കോതമംഗലം സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. യുവ നേതാവ് ജിൻഡോ ജോണിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിലെ ആലോചന. കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ കേരള കോൺഗ്രസിന് നൽകാമെന്ന ഓഫർ കോൺഗ്രസ് മുന്നോട്ട് വെച്ചേക്കും. എന്നാൽ കോതമംഗലം വിട്ട് നൽകില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം ഇത്തവണ ഇടതുമുന്നണിയിൽ നിന്ന് തിരികെ പിടിക്കുമെന്നാണ് കേരള കോൺഗ്രസ് വാദം. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നാൽ UDF-ൽ തർക്കം രൂക്ഷമാകും. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, കഴിഞ്ഞ തവണ ഇടത് കോട്ടയാക്കി മാറ്റാൻ ആന്റണി ജോണിന് കഴിഞ്ഞ മണ്ഡലം കൂടിയാണ് ഇത്. പഴയ ഒരു കോൺഗ്രസ് മണ്ഡലം, പഴയ കോൺഗ്രസ് കോട്ട, ഇത് തിരികെ പിടിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കാനാകും. ആ തരത്തിലുള്ള ഒരു പൾസാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയാണോ കേരള കോൺഗ്രസിനുള്ളത്? ഇത് ഏത് തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്നാണ് നമുക്ക് ആദ്യ ഘട്ടത്തിലുള്ള ഒരു സ്ഥിരീകരണം ഏത് തരത്തിലാണ്? അപർണ, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവർക്ക് ജില്ലയിലെ ഒരു മേൽവിലാസമാണ് ഇത് കോതമംഗലം സീറ്റ് എന്നെല്ലാം തന്നെ പറയുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ തങ്ങളുടെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് അവർ എല്ലായ്പ്പോഴും തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 2 ടേമുകളിലായിട്ട് അത് കൈമോശം വരുന്നു. അത് തിരികെ പിടിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതൊരു CPM-ൻ്റെ പ്രത്യേകിച്ച് ഒരു ഇടത് കോട്ടയിലേക്ക് അടക്കം ഇത് മാറുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസിനകത്ത് തന്നെയാണ് ഇതിൽ കൂടുതലായും ആ ചർച്ചകളിലേക്ക് വരുന്നത്. കാരണം ഇത് 91 മുതൽ ഇങ്ങോട്ട് VJ പൗലോസ് ഒരു ഹാട്രിക് പോരാട്ടം നടത്തി വെന്നിക്കൊടി പാറിച്ചൊരു മണ്ഡലമായിരുന്നു കോൺഗ്രസിന് വേണ്ടി. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വളക്കൂർ എന്ന് പറയുന്നത് അത് ഒരു കോൺഗ്രസിൻ്റെത് തന്നെയാണ്. അത് കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിയാൽ വീണ്ടും ഈ ഇടതുപാളയത്തിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും, അവിടെ കോൺഗ്രസിൻ്റെ പതാക പാറിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് നിലവിലുള്ളൊരു ചർച്ചകൾ നടക്കുന്നത്. അതിന് ചില ഫോർമുലകൾ ഉരുത്തിരിയുന്നുണ്ട്. എന്തായാലും നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെയാണ് ആ സീറ്റിൽ 2 തവണയായിട്ട് മത്സരിക്കുന്നത്. അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ഈ ഭൂരിപക്ഷം വളരെയധികം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിരുന്ന ഷിബു തെക്കുംപുറത്ത് കടുത്ത മത്സരമാണ് ഷിബു കാഴ്ചവെച്ചത്. അതിന് മുൻപത്തെ ടേമിൽ ഏതാണ്ട് 20,000 വോട്ട്, 19,428 തോന്നുന്നു, അത്രയധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആന്റണി ജോൺ ജയിച്ചു കയറിയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 6,000-ലേക്ക് ചുരുക്കാൻ, വളരെ ശക്തമായ മത്സരം നടന്നിട്ടും അത് 6,000-ലേക്ക് ചുരുക്കാനായിട്ട് ഷിബുവിന് കഴിഞ്ഞു എന്നത് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് ശതമാനമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇക്കുറി തങ്ങൾക്ക് അത് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ, UDF-ന് വേണ്ടി തിരിച്ചു പിടിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ക്യാമ്പുള്ളത്. അവരത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എളുപ്പമാവില്ല അങ്ങനെ ഒരു മണ്ഡലം ഏറ്റെടുക്കൽ കാര്യങ്ങളൊന്നും അത്ര കണ്ട എളുപ്പമാവില്ല. പക്ഷെ അവിടെ ഒരു ഫോർമുല കൂടി കോൺഗ്രസിനകത്ത് ഉരുത്തിരിയുന്നുണ്ട്. പ്രത്യേകിച്ച് UDF-നകത്ത്, ജില്ലാ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും അത്തരം ഒരു ഫോർമുല വരുന്നുണ്ട്. അത് ഒരു പ്രധാനമെന്ന് പറയുന്നത് പെരുമ്പാവൂർ മണ്ഡലമാണ്. നിലവിൽ ഈ പെരുമ്പാവൂർ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, കോൺഗ്രസ് ജയിച്ചു കയറുന്ന മണ്ഡലമാണ്. പക്ഷേ നിലവിലുള്ള ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ചില വിവാദങ്ങളും കേസുകളും അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് അവിടെ ഒരു ഭിന്നാഭിപ്രായമുണ്ട്. വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ എൽദോസിനെ വീണ്ടും മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം അവിടെ വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എൽദോസ് ഒരു തുടർച്ച തേടുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും. മണ്ഡലം നഷ്ടപ്പെടാൻ തന്നെ അത് കാരണമാകുമെന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലെല്ലാം തന്നെ ജില്ലാ കോൺഗ്രസിനകത്തും തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു മണ്ഡലമാറ്റം എന്ന കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്. കോതമംഗലം സീറ്റും പെരുമ്പാവൂർ സീറ്റും വെച്ചു മാറുന്ന കാര്യത്തിലുള്ളൊരു ചർച്ചകൾ ഇതിനകം തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴുള്ള കേരള കോൺഗ്രസിന് പെരുമ്പാവൂർ മണ്ഡലത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോതമംഗലം മണ്ഡലം ഏറ്റെടുക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ 2 മണ്ഡലങ്ങളും കോൺഗ്രസിനൊപ്പം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും, UDF-ന് നിലനിർത്താൻ കഴിയുമെന്നൊരു ചർച്ച മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും ഒരു കിറാമുട്ടിയായി നിൽക്കുന്നത്, അതായത് എതിർപ്പ് നിലനിൽക്കുന്നത് കോതമംഗലം മണ്ഡലം സംബന്ധിയായ കാര്യങ്ങളാണ്. കോതമംഗലത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അവിടെ മത്സരിപ്പിക്കാനായിട്ട് ഡോക്ടർ ജിൻഡോ ജോണാണ് അവിടെ മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുവരുവാൻ തീരുമാനം അവർ ആലോചനയിലുള്ളത്. കാരണം ജിൻഡോ
നമ്മൾക്കറിയാം സംവാദങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു മുഖമാണ്, യുവ നേതാവാണ്. വളരെയധികം തൻ്റെ ജീവിതം പോലെ തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നിരയിലേക്ക് വന്നത്. വലിയ സംവാദങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മേൽവിലാസം ഉണ്ടാക്കാനെല്ലാം ജിൻഡോയ്ക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് ചർച്ചകളിലെല്ലാം. അപ്പോൾ ജിൻഡോയ്ക്ക് ഒരു അർഹമായ പരിഗണന കൊടുക്കുക, കൂടുതൽ യുവതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ഒരു പോരാട്ടത്തിന് കളം കോതമംഗലത്ത് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കോതമംഗലം സീറ്റ് അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്ഥിതി കേരള കോൺഗ്രസ് പ്രകടിപ്പിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ നില അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം 20,000 വോട്ടിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇത് 6,000-ലേക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുമാത്രവുമല്ല, ഷിബു തെക്കുംപുറം ഇപ്പോഴും മണ്ഡലത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹം കളം വിട്ടിട്ടില്ല. മറ്റ് പലയിടങ്ങളിലും ആളുകൾ അടുത്ത ടൈമിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഷിബു അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. സാമൂഹ്യ സേവന രംഗത്തും മറ്റുമായിട്ട് അദ്ദേഹം സജീവമായിട്ട് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സമാന്തരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. അത് അദ്ദേഹം UDF-ൻ്റെ ജില്ലാ കൺവീനറാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്കാൻ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വെച്ചുമാറ്റത്തിനുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതിനകം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം ഇവിടെ പല കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഷിബു തെക്കുംപുറത്തിൻ്റെ തന്നെയുള്ള പഞ്ചായത്തിൽ അടക്കം UDF പിന്നാക്കം പോയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെയെന്ന് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നിലവിൽ 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിനടക്കം 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണ മണ്ഡലം അത് കോൺഗ്രസിലേക്ക് വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചർച്ചകളെല്ലാം വളരെ സജീവമായിട്ട് UDF-നകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അതിനോട് ചേർന്ന് ഈ ഒരു വെച്ചുമാറ്റത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നതാണ് ആലോചിക്കേണ്ടത്. ഒപ്പം ഈ സാമുദായിക പരിഗണനയും കാര്യങ്ങളും എല്ലാം തന്നെ ആലോചിക്കുമ്പോൾ യാക്കോബായ സഭയ്ക്ക് നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ് കോതമംഗലം. ഷിബു തെക്കുംപുറം യാക്കോബായ വിഭാഗക്കാരൻ. അപ്പോൾ അങ്ങനെ ഒരു സാമുദായിക സ്വാധീനമെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു വിശ്വാസം കേരള കോൺഗ്രസിനെല്ലാം തന്നെയുണ്ട്. എങ്കിലും ഈ ഒരു വെച്ചുമാറ്റത്തിലേക്ക് പോകുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പഴയ രീതിയിലേക്ക് കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തങ്ങളുടെ തുടർച്ച അവിടെ ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ഇത് അവിടെ ഒരു വാട്ടർലൂ എന്ന് തന്നെ പറയാവുന്നൊരു യുദ്ധമാണ് ഇത്തവണ നടക്കുക. കാരണം ഇക്കുറി മണ്ഡലം തിരിച്ചു പിടിക്കാൻ UDF-ന് കഴിഞ്ഞില്ല എങ്കിൽ അത് കൃത്യമായും അത് ഇടത് പാളയത്തോട് ചേർക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് കോതമംഗലം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇടത് കോട്ടയായിരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഉറ്റുനോക്കുന്നത് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നേരത്തെ ഡാനി പറഞ്ഞ പോലെ യാക്കോബായ സഭയ്ക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം. സഭ എടുക്കുന്ന നിലപാട് ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവൊക്കെ തന്നെ കോതമംഗലത്ത് വന്ന് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രതിഷേധ ധർണകളൊന്നും മറന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെയായിരുന്നു പലത്. ഈ മലയോര മേഖലയിലെ വിഷയം, സഭകൾ എടുക്കുന്ന നിലപാട്, ഇത് ഒരു ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ള മണ്ഡലം, ഇതെല്ലാം കൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കണക്ക് കൂട്ടുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മുൻതൂക്കം കേരള കോൺഗ്രസിന് ഉണ്ടാകും ഈ വിഷയത്തിന്, ഈ മണ്ഡലത്തിൽ എന്നുകൂടിയാണോ? അങ്ങനെ തന്നെയാണ് പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം അതുമാത്രവുമല്ല, നമ്മൾ ആ മലയോര മേഖലയിൽ നടന്ന സമരങ്ങൾ അത് കാണാതെ പോകരുത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും ആദ്യം അത് സമരമുഖത്തേക്ക് എത്തിയവരുടെ UDF മൊത്തത്തിൽ തന്നെയാണ്. അതിൽ പ്രധാനമായും തന്നെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ നേരിട്ട് വന്നതുകൊണ്ട് സമരത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മളവിടെ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം അത് വളരെ സുവ്യക്തമാണ്. കാരണം അതിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം, ഇതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടെ സമരരംഗത്ത് എല്ലാം തന്നെ വരികയും അതിനത് നെടുനായകത്വം വഹിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഷിയാസിൻ്റെ പേരിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ട്. അദ്ദേഹത്തെ പോലീസ് വലിച്ചു കൊണ്ടുപോകുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സമരമുഖമാക്കി
അവിടെ മാറ്റിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും UDF-നും കോൺഗ്രസിനും എല്ലാം തന്നെ വലിയൊരളവ് അതിൽ ഈ സ്വാധീനം ചെലുത്താനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് സഭയ്ക്ക് അവിടെ നിർണായകമായ സ്വാധീനമുണ്ട്. അത് യാക്കോബായ സഭ മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്കും അവിടെ നിർണായകമായ സ്വാധീനമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സഭയുടെ നിലപാട് തന്നെയാണ്. സഭ പരസ്യമായി സർക്കാരിനെ പലതവണ ഈ വിഷയങ്ങളിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിൽ കർഷകർക്കൊപ്പം നിൽക്കുന്ന സാധാരണ മലയോര ജനതയ്ക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ തങ്ങൾ ഇനി ചേർന്ന് ചിന്തിക്കൂ. അതിൽ വളരെ വ്യക്തമായിട്ട് അവർ അടിവരയിട്ട് പറയുകയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തതാണ്. പക്ഷേ ആ സമരമുഖത്തും MLA ഉണ്ടായിരുന്നു എന്നത് നമ്മൾ മറന്നുപോകരുത്. അവർക്കൊപ്പം തന്നെ ചേർന്ന് സമരം ചെയ്യാനും അദ്ദേഹം വന്നിരിക്കുകയും ചെയ്തിരുന്നു. കാരണം സഭയ്ക്കുടെ സ്വാധീനം അത്ര കണ്ടുള്ളൊരു തിരിച്ചറിവ് സിറ്റിംഗ് MLAക്ക് കൂടി ഉണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. സഭയെ പിണക്കിക്കൊണ്ട് ആ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് പോകുവാനും കഴിയില്ല. കത്തോലിക്ക സഭയ്ക്കും യാക്കോബായ സഭയ്ക്കും പുറമെ കത്തോലിക്ക സഭയ്ക്കും അവിടെ സ്വാധീനം ഉള്ള മേഖല തന്നെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം തന്നെ ആ ചേരുവകളുടെ ഉരകല്ലായിട്ട് മാറും. അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം തന്നെ അത് മാറ്റൊലിച്ച് നോക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇത്തരം ഒരു മാറ്റം വളരെ സജീവമായിട്ട് തന്നെ UDF പരിഗണിക്കുന്നുണ്ട്. അതായത് 2 മണ്ഡലങ്ങളും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ നീക്കം നടക്കുന്നത്. അതിൽ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഈ രീതിയിലുള്ളൊരു ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു വെച്ചുമാറ്റം എന്നൊരു കാര്യത്തിലേക്ക് വരുന്നത്. പെരുമ്പാവൂരിലേക്ക് വരുമ്പോഴും അവിടെ യാക്കോബായ സഭയ്ക്ക് സ്വാധീനമേറെയുള്ള മേഖലകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ചർച്ച മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് എത്ര കണ്ട സ്വീകാര്യമാകും എന്നതാണ്, കേരള കോൺഗ്രസിന് സ്വീകാര്യമാകുമെന്നതാണ് അന്വേഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ വലിയ മാർജിൻ ഉണ്ടായ സ്ഥലത്ത് നിന്ന് 6000-ഓളം വോട്ടിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ വരുന്നത് അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും എല്ലാം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ വിജയം സുനിശ്ചിതമാണെങ്കിൽ എന്തിന് തങ്ങൾ സീറ്റ് വിട്ടുകൊടുക്കുന്നു എന്നതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമായി ഉയരുന്നത്.